വസ്വാസുണ്ടാക്കുന്ന ചില ആളുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയമാണ്. ഹൃദയത്തിൽ കയറി നമ്മളെ നശിപ്പിക്കാൻ, ഹൃദയത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കാൻ, ഹൃദയത്തിൽ മാരകമായ രോഗങ്ങൾ, ഹൃദയത്തിന്റെ മാരക രോഗങ്ങൾ സൃഷ്ടിക്കാൻ, അല്ലാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ മുറിച്ചു കളയുന്ന, സ്വർഗവും നമ്മളും തമ്മിൽ അകറ്റിക്കളയുന്ന, നരകത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന മാരകമായ രോഗങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നവൻ വസ്വാസുൽ ഖന്നാസ്. ശൈത്വാന്റെ വസ്വാസാണ്, ദുർബോധനമാണ്. എത്രയെത്ര ആളുകളെയാണ് ഇബ്ലീസ് അങ്ങനെ നശിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ജനങ്ങളുടെ നെഞ്ചിന്റെ ഉള്ളിൽ കയറി വസ്വാസ് ഉണ്ടാക്കുന്ന, ദുർബോധനം നടത്തുന്ന ഇബ്ലീസിന്റെ ശൈത്വാന്റെ ശർറിനെ തൊട്ട് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവല്ലത്തോടുന്നു. മിനൽ ജിന്നതി വന്നാസ്, മിനൽ ജിന്നത്തി ജിന്നുകളിൽ നിന്നും, വന്നാസി ജനങ്ങളിൽ നിന്നും. ജിന്ന് വർഗത്തിലും നമ്മുടെ മനസ്സിൽ കയറി വസ്വാസ് ഉണ്ടാക്കുന്ന ജിന്നുവർഗമാണ് ശൈത്വാൻ. വന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗമാണ്. മനുഷ്യവർഗവും കുറെ ആളുകൾ നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിൽ കയറി കളിക്കുന്നവരാണ്. നമ്മുടെ ഹൃദയത്തിൽ കയറി വസ്വാസ് ഉണ്ടാക്കി ദുർബോധനം നടത്തി നമ്മുടെ മനസ്സിനെ ബലഹീനമാക്കുന്ന മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്. ആ രണ്ട് വിഭാഗത്തിനെ തൊട്ടും ഞാൻ കാവല്ലത്തോടുന്നു. എപ്പോഴും ഓതേണ്ട ഒരു സൂറത്താണിത്. അല്ലാഹുവിന്റെ റസൂൽ രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് ഈ സൂറത്തുകൾ ഓതി, ഖുൽ ഹുവല്ലാഹു അഹദ്, റബ്ബിൽ ഫലഖ്, റബ്ബിൻ നാസ്, ഈ 3 സൂറത്തുകൾ ഓതിയിട്ട് പ്രവാചകരുടെ ഉള്ളം കയ്യിൽ ഇങ്ങനെ ഊതുമായിരുന്നു. പ്രവാചകന്റെ ഉള്ളം കയ്യിൽ ഊതിയിട്ട് പ്രവാചകൻ തല മുതൽ പ്രവാചകന്റെ ശരീരത്തിന്റെ മുൻഭാഗം മുഴുവനും ഈ 2 കൈകളത്തും കൊണ്ട് മടിവരെ തടവുമായിരുന്നു. ശരീരം ഈ സൂറത്തുകൾ ഓതി കയ്യിലൂതി ശരീരത്തിൽ തടവി കിടക്കൽ സുന്നത്താണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നു. അത് ശൈത്വാന്റെ ശർറിൽ നിന്ന്, മനസ്സിൽ കയറി കളിക്കുന്ന, ഹൃദയത്തിന്റെ ഉള്ളിൽ കയറി കുഴപ്പമുണ്ടാക്കുന്ന ശൈത്വാന്റെ ശർറിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരുന്നു അത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാന്ദർഭികമായി ഞാൻ ഉണർത്തുന്നു, വയലിൽ കേൾക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കണം. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മറക്കാതെ ഫാത്തിഹയും ഇഖ്ലാസും ഈ 2 മുഅവ്വിദത്തൈനി റബ്ബിൽ ഫലഖ്, റബ്ബിൻ നാസ് ഓതുകയും 2 കയ്യിന്റെ ഉള്ളം കയ്യിലൂതി ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ തടയുകയും വേണം. പിശാചിൽ നിന്നൊരു കാവലാണത്. ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ കയറിക്കളിക്കുന്ന, ഹൃദയത്തിൽ കയറിക്കളിക്കുന്ന, ദുർബോധനമുണ്ടാക്കുന്ന ജിന്ന് വർഗത്തിൽപ്പെട്ടവരുമുണ്ട്, മനുഷ്യവർഗത്തിൽപ്പെട്ടവരുമുണ്ട് എന്നീ സൂറത്തിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, ഹൃദയത്തിന് മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്. ഉറപ്പായി രോഗമുണ്ട് എന്നുറപ്പാണ്. ആ രോഗത്തിൽപ്പെട്ടത് എന്തൊക്കെയാണ്? രോഗങ്ങളിൽ ഒരുപാടുണ്ട്, എണ്ണിപ്പറഞ്ഞാൽ സമയം നീണ്ടുപോകും. ഇബ്ലീസിന്റെ ഈ ദുർബോധനം മനുഷ്യരിലേക്ക് കടന്നു വരുന്ന വഴികളെപ്പറ്റി മഹാന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, നോക്കൂ നിങ്ങൾ, അലാ വഇന്ന ഫിൽ ജസദി മുദ്ഗതൻ, അലാ അറിയണം, വഇന്ന ഫിൽ ജസദി മുദ്ഗതൻ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദ് കുല്ലുഹു, അത് നന്നായി കഴിഞ്ഞാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദത്, അതെങ്ങാനും നാശമായാൽ ഫസദൽ ജസദ് കുല്ലുഹു, അവന്റെ ശരീരം മുഴുവനും മോശമായി. അലാ വഹിയൽ ഖൽബ്, അലാ അറിയണേ, വഹിയൽ ഖൽബ്, അത് മനുഷ്യന്റെ ഹൃദയമാണ്. ശഫീഉനാ റസൂലുള്ളാഹി. ശരിക്ക് പ്രവാചകൻ പഠിപ്പിച്ചു, ഒരു മനുഷ്യന്റെ നന്മ അവന്റെ മനസ്സ്, ഹൃദയം നന്നാകുമ്പോൾ ശരീരം മുഴുവനും നന്നായി. അവന്റെ കണ്ണ് നന്നായി, അവന്റെ നാവ് നന്നായി, അവന്റെ കേൾവി നന്നായി, കൈകൾ നന്നായി, കാലുകൾ നന്നായി, എല്ലാ അവയവങ്ങളും നല്ലത് പ്രവർത്തിക്കും. അതിന് കൽബ് നന്നാവണം. ആ കൽബ് മോശമായാൽ എല്ലാ അവയവങ്ങളും മോശമാകും. ഫസദൽ ജസദ് കുല്ലുഹു, ശരീരം മുഴുവനും മോശമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ കൽബ്, നമ്മുടെ ഹൃദയം വളരെ പ്രധാനമാണ്. അത് നശിച്ചു കഴിഞ്ഞാൽ ശരീരം മുഴുവനും നശിക്കും, എല്ലാ പ്രവർത്തനങ്ങളും മോശമാകും. മനസ്സ്, ഹൃദയം നന്നാവണം. അത് നന്നാകുമ്പോഴേ മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും നന്നാവുകയുള്ളൂ.
ഇത് നോക്കൂ നിങ്ങൾ, മനഃശാസ്ത്രജ്ഞരും പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ബോധ മനസ്സിലെത്തി ആ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് പ്രവൃത്തി മണ്ഡലമായ ഉപബോധ മനസ്സിൽ ആഴത്തിൽ സ്വാധീനിക്കും. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ സ്വാധീനിച്ചാൽ അതിനനുസരിച്ചാണ് ആ സബ് കോൺഷ്യസ് മൈൻഡ് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ്, സന്ദേശങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നു, ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. പല നിലക്കും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബോധ മനസ്സിലും പിന്നീട് പ്രവൃത്തി മണ്ഡലമായ ഉപബോധ മനസ്സിലെത്തിക്കഴിഞ്ഞാൽ ആ ഉപബോധ മനസ്സ് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഒരു മനുഷ്യൻ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് നന്നാവണം, ഉള്ളു നന്നാവണം. അപ്പോഴാണ് അവന്റെ പ്രവർത്തികളൊക്കെ നന്നായി തീരുക. അതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാര്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കൽബിലേക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കാൻ, ആത്മീയമായ രോഗങ്ങൾ ഉണ്ടാക്കാൻ നമ്മിലേക്ക് കടന്നു വരുന്ന പിശാചിനെ പ്രതിരോധിക്കണം, ശൈത്വാനെ തിരിച്ചറിയണം. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ഇബ്ലീസ് നിങ്ങളെ കഠിനമായ ശത്രുവാണ്, പിശാചുക്കൾ നിങ്ങളെ കഠിനമായ ശത്രുക്കളാണ്. ഇത്ര സ്ഥലത്താണ് ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ശരിക്ക് സംരക്ഷണം. നിങ്ങൾ കണ്ടില്ല, ഒരു രാജ്യം, ഒരു രാഷ്ട്രം ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് എന്തിനാണ്? പ്രതിരോധത്തിന് വേണ്ടിയാണ്. പ്രതിരോധത്തിന് വേണ്ടി പ്രത്യേകം ഒരു മന്ത്രി ഉണ്ടാകും, പ്രതിരോധത്തിന് വേണ്ടി പട്ടാളക്കാരുണ്ടാകും, പ്രതിരോധത്തിന് വേണ്ടി രഹസ്യ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. ഒരുപാട് കോടികൾ ചെലവഴിക്കുന്നത് ഏത് രാഷ്ട്രവും പ്രതിരോധത്തിന് വേണ്ടിയാണ്. വളരെ പ്രധാനമാണത്. എന്നതുപോലെ തന്നെ നമ്മുടെ ആത്മീയമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ, ഹൃദയത്തിന്റെ മാരകമായ രോഗങ്ങൾ വരാതെ സൂക്ഷിക്കാൻ, ആ ഹൃദയത്തിൽ കയറിക്കളിക്കുന്ന പിശാച് വരുന്ന എല്ലാ കവാടങ്ങളും അടച്ചുകൊണ്ട് പ്രതിരോധ നില തന്നെ സൃഷ്ടിക്കണം. പ്രതിരോധം, അതിന് സ്ഥാനം കൊടുക്കണം. പ്രതിരോധത്തിന് സ്ഥാനം കൊടുക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നോക്കൂ നിങ്ങൾ, മാമിൻ ബനി ആദമ മൗലൂദിൻ ഇല്ലാ യമസ്സുഹു ശൈത്വാനു ഹീന യൂലദു ഫയസ്തഹില്ലു സാരിഖാ മിൻ മസ്സി ശൈത്വാൻ ഗൈറ മറിയമ വബ്നഹാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരൊറ്റ മനുഷ്യ മക്കളുമില്ല. ആ മക്കൾ പ്രസവിക്കുന്ന സമയത്ത് പിശാച് അവരെ ഒന്ന് തൊട്ടിട്ടല്ലാതെ, ഏതൊരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തും പിശാച് ആ കുഞ്ഞിനെ ഒന്ന് സ്പർശിക്കും. നമ്മൾ ആളാവണം, ഞാൻ പറഞ്ഞത് കേൾക്കണം, എന്റെ കൂടെ നിൽക്കണം എന്ന നിലക്ക് ഏതൊരു കുട്ടി ഭൂമിലോകത്തേക്ക് ജനിക്കുന്ന സമയത്തും ഇബ്ലീസ് ഒന്ന് തൊട്ടുനോക്കും. ആ കുഞ്ഞിനെ തന്റെ ഇബ്ലീസ് ഒന്ന് സ്പർശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫയസ്തഹില്ലു സാരിഖാ. അപ്പോഴാണ് പിഞ്ചോമന മക്കൾ ശബ്ദിച്ചുകൊണ്ട് കരയുന്നത്. പ്രസവിക്കുമ്പോൾ കണ്ടില്ലേ കുട്ടികൾ കരയുന്നത്? കുട്ടികൾ കരയും, പ്രസവിച്ച ഉടനെ കുട്ടികൾ കരയും. ആ കരയുന്നത് ഇബ്ലീസുല്ലൈൻ സ്പർശിക്കുമ്പോഴാണ്. ഇബ്ലീസുല്ലൈൻ ആദ്യമായ ഒരു കുത്തുകുത്തി ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഫയസ്തഹില്ലു സാരിഖാ. ആ സമയത്ത് കുട്ടികൾ കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വലാത്തൊക്കെ ഉറക്ക ചെല്ലണം. അതാണ് നമ്മുടെ സദസ്സിന്റെ ഐശ്വര്യം. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, വൈറ മറിയമാവബുനഹ. മറിയം ബീവിനെ തൊട്ടിട്ടില്ല. മറിയമിന്റെ മകനാകുന്ന ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും തൊട്ടിട്ടില്ല. ഈ രണ്ടാളുകളല്ലാത്ത ഏതൊരു മനുഷ്യ കുഞ്ഞു ഭൂമിലോകത്തേക്ക് പ്രസവിച്ച് വീഴുമ്പോഴും ശൈത്വാൻ ഒന്ന് സ്പർശിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മറിയം ബീവിനെയും മറിയം ബീവിന്റെ മകൻ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും സ്പർശിച്ചിട്ടില്ല. അതിന് കാരണമുണ്ട്. എന്താ കാരണം? ബഹുമാനപ്പെട്ട മറിയമിന്റെ മാതാവ്, മറിയം റളിയല്ലാഹു തആല അൻഹയുടെ മാതാവ്, ബഹുമാനപ്പെട്ട ഇമ്രാന്റെ ഭാര്യ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ. ഹന്നത്ത് ബീവി ഗർഭിണിയാകുന്ന സമയത്ത് തന്നെ പ്രാർത്ഥിച്ചത് ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹന്നത്ത് ബീവി മറിയമിനെ ഗർഭം ധരിച്ചപ്പോൾ ഒരാൺകുട്ടിയാകുമെന്നാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗർഭാശയത്തിലുള്ള കുട്ടിയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തീർച്ചയാക്കുകയും ചെയ്തു.
റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നീ. ഹന്നത്ത് ബീവിയുടെ പ്രാർത്ഥന ഖുർആൻ എടുത്തു പറയുകയാണ്. ബഹുമാനപ്പെട്ട ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ എന്റെ ഗർഭാശയത്തിൽ വളരുന്ന കുഞ്ഞിനെ ഞാൻ നിന്റെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട് റബ്ബേ, ഫതഖബ്ബൽ മിന്നീ, നീ എന്നിൽ നിന്ന് എന്റെ നേർച്ച സ്വീകരിക്കണേ. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ ഫലമ്മാ വളഅത്ഹാ ഖാലത് റബ്ബി ഇന്നി വളഅതുഹാ ഉൻസാ വലൈസ الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. ഹന്നത്ത് ബീവി, മറിയമിന്റെ പ്രിയപ്പെട്ട മാതാവ് ഹന്നത്ത് ബീവിന്റെ ദുആ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഫലമ്മാ വളഅത്ഹാ, ബീവി പ്രസവിച്ചപ്പോൾ കാലത്ത് ബീവി പറഞ്ഞു, റബ്ബി ഇന്നി വളഅതുഹാ ഉൻസാ, പടച്ചവനെ ഞാൻ പ്രസവിച്ചത് പെൺകുട്ടിയായി പോയി, ആണാകുമെന്ന് കരുതിയിട്ടാണ് പള്ളിയിലേക്ക് നേർച്ചയാക്കിയത്, പെണ്ണാണ്, അതുകൊണ്ട് ഞാൻ എന്ത് വേണം? ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഇന്നി ഉഈദുഹാ ബിക, ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു റബ്ബേ. ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ, ആ മറിയമിന് ഉണ്ടാകുന്ന കുട്ടിക്ക് വേണ്ടി ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. മിനശ് ശൈത്വാനിർ റജീം, ആട്ടിയോടിക്കപ്പെട്ട ശൈത്വാനെ തൊട്ട് കാവലിനെ തേടുന്നു റബ്ബേ എന്ന് ഹന്നത്ത് ബീവി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ബഹുമാനപ്പെട്ട മറിയമിനെയോ, മറിയമിന്റെ പൈതൽ, മറിയമിന്റെ കുട്ടി ഈസ നബി അലൈഹിസ്സലാമിനെയോ ഇബ്ലീസ് തൊട്ടിട്ടില്ല. നബിയുനാ റസൂലുള്ളാഹി ഇബ്ലീസ് തൊട്ടിട്ടില്ല. ഈ ദുആണ് ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. പടച്ചവനെ, ഈ എന്റെ മകൾക്കും അവൾക്കുണ്ടാകുന്ന കുഞ്ഞിനിക്കും ഇബ്ലീസിനെ തൊട്ട് ഞാൻ കാവലിനെ തേടുന്നു, ശൈത്വാനെ തൊട്ട് കാവലിനെ തേടുന്നു. അതുകൊണ്ടതാ നമ്മുടെ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, നമ്മുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കുട്ടിയുടെ വലത്തെ ചവിട്ടിൽ ബാങ്ക് കൊടുക്കണം, വലത്തെ ചവിട്ടിൽ ബാങ്ക് കൊടുക്കണം. അതേ ചവിട്ടിൽ തന്നെ ഈ ആയത്തോതണം, ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ആല ഇമ്രാൻ സൂറത്തിലാണെന്ന് തോന്നുന്നു ഈ വിഷയം വിശദീകരിക്കുന്നത്. ഈ ആയത്ത് പഠിച്ചു വെക്കണം. പ്രസവിച്ച ഉടനെ തന്റെ കുഞ്ഞിന്റെ ചെവിയിൽ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം, പടച്ചവനെ ഈ കുട്ടിക്കും ഈ കുട്ടിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും ആട്ടിയോടിക്കപ്പെട്ട ശൈത്വാനെ തൊട്ട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് ഹന്നത്ത് ബീവി ദുആ ചെയ്ത അതേ ദുആ വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഒരു കുട്ടിയുടെ വലത്തെ ചവിട്ടിൽ ഓതിക്കൊടുക്കണം. അത് സുന്നത്താണ്, മറക്കണ്ട. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസിലുള്ളത് എല്ലാ മക്കളെയും പിശാച് ഒന്ന് തൊട്ടു നോക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിലേക്ക് കയറും ആ ശൈത്വാൻ, അവന്റെ ഞരമ്പിലേക്ക് കയറി പ്രവർത്തിക്കും. അതുകൊണ്ട് പ്രതിരോധത്തിന്റെ വഴികളെ സംബന്ധിച്ച് നല്ലപോലെ ബോധവാന്മാരാവണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. നല്ലപോലെ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യനുമായിട്ട് ശൈത്വാനിക്ക് നല്ല ഒരു ബന്ധമുണ്ട്, ഒരു അടുപ്പമുണ്ട്. ശൈത്വാൻ മനുഷ്യനുമായിട്ട് ഒരടുപ്പമുണ്ട്. അതുപോലെ വൈന്നലിൽ മലക്കിലമ്മ, അതുപോലെ മലക്കിനിക്കും മനുഷ്യനിൽ സ്വാധീനമുണ്ട്. ഏതൊരു മനുഷ്യന്റെ കൂടെയും ശൈത്വാന്റെ സ്വാധീനവുമുണ്ട്, മലക്കിന്റെ സ്വാധീനവുമുണ്ട്. ഇത് രണ്ടും നമ്മുടെ കൂടെയുണ്ട്, ഏത് മനുഷ്യന്റെ കൂടെയുമുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എന്താ പറഞ്ഞത് മനസ്സിലായി? ഏതൊരു മനുഷ്യന്റെ കൂടെയും ശൈത്വാനുണ്ട്, ഏതൊരു മനുഷ്യന്റെ കൂടെയും മലക്കുമുണ്ട്. ശൈത്വാൻ എന്ത് ചെയ്യുമെന്നറിയുമോ? ചീത്ത കാര്യങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തുകയും സത്യത്തെ നിഷേധിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അപ്പോൾ ശൈത്വാന്റെ സ്വാധീനം സത്യത്തെ കളവാക്കലാണ്. ചീത്തയായ കാര്യങ്ങൾ, ശർറായ കാര്യങ്ങൾ, നിനക്ക് പരലോകത്ത് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളുടെ വാഗ്ദാനങ്ങളുടെ കെട്ടുകളാണ് ശൈത്വാന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മലക്കി, അതുപോലെ തന്നെ മലക്കിനിക്കും നമ്മളുമായിട്ടൊരു ബന്ധമുണ്ട്, മലക്കിനും സ്വാധീനമുണ്ട്. മലക്കിന്റെ ഭാഗത്ത് എന്താണ് ഉണ്ടാവുക?
ഫയഅദും ബിൽ ഖൈരി വതസ്ദീഖും ബിൽ ഹഖി. മലക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് തോന്നിപ്പിച്ചു തരികയും നല്ല കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയും സത്യത്തെ സത്യമായി അംഗീകരിക്കാൻ അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് സത്യം അംഗീകരിക്കാൻ മലക്ക് നമ്മോട് കൽപ്പിക്കും. ഇങ്ങനെ നന്മ കൽപ്പിക്കുകയും തിന്മ കൽപ്പിക്കുകയും ചെയ്യുന്ന നന്മ കൽപ്പിക്കുന്ന മലക്കും തിന്മ വാഗ്ദാനം ചെയ്യുന്ന ശൈത്വാനും ഏതൊരു മനുഷ്യന്റെ കൂടെയുമുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ എല്ലാവരുടെ കൂടെയുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, സത്യത്തെ അംഗീകരിക്കാനും നല്ല കാര്യങ്ങളുമാണ് നിന്റെ മനസ്സിന് തോന്നുന്നതെങ്കിൽ നീ മനസ്സിലാക്കണം അത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നാണ്, മലക്കിന്റെ ഭാഗത്തുനിന്നാണ്. ഇനി അതല്ല ചീത്ത കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവാനും സത്യത്തെ നിഷേധിക്കാനുമുള്ള തോന്നലാണ് നിന്നിലുണ്ടാകുന്നതെങ്കിൽ അത് ശൈത്വാന്റെ ദുർബോധനമാണെന്നും നീ തിരിച്ചറിയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് രണ്ടിനും ഓരോ പേരുണ്ട്. ശൈത്വാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രസ്, ശൈത്വാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആ നിർബന്ധിക്കൽ, അതിന്റെ പേര് വസ്വാസ് എന്നാണ്. മലക്കിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആ ഒരു സ്വാധീനം, അതിന്റെ പേര് തൗഫീഖ് എന്നാണ്, അല്ലെങ്കിൽ ഇൽഹാം, തോന്നിപ്പിക്കൽ. മനസ്സിലായോ? ശൈത്വാന്റെ തോന്നിപ്പിക്കൽ എപ്പോഴും തിന്മകളാണ്, അപകടമുണ്ടാക്കുന്നതാണ്, പരലോകത്ത് അപകടമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ശൈത്വാൻ. അതിന്റെ പേരാണ് വസ്വാസ്. മലക്കിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തോന്നിപ്പിക്കൽ, മലക്കിന്റെ സ്വാധീനം, മലക്കിന്റെ ബന്ധം, അതിന്റെ പേരാണ് ഇൽഹാം അല്ലെങ്കിൽ തൗഫീഖ്. ഇത് രണ്ടും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ആയത്ത് ഓതി വിധങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ദുർബോധനം ചീത്ത കാര്യങ്ങളുമാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ആട്ടിയോടിക്കപ്പെട്ട ശൈത്വാനെ തൊട്ട് അവൻ കാവലിനെ തേടട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വേണ്ടാത്ത തോന്നലുകൾ മനസ്സിലിങ്ങനെ വരുമ്പോൾ ഒറ്റ ചികിത്സയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആട്ടിയോടിക്കപ്പെട്ട ശൈത്വാനെ തൊട്ട് പടച്ചവനെ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അത് പറയാൻ മറക്കണ്ട. ഒരു സുന്ദരിയായ പെണ്ണ് നടന്നു പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സ് നമ്മോട് പറയുന്നു, നോക്കൂ, ഇത്ര നല്ല ഭംഗിയുള്ളൊരു പെണ്ണിനെ നീ കണ്ടിട്ടുണ്ടോ? അവളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ഒരുപാട് അലങ്കാരങ്ങൾ ഇങ്ങനെ തോന്നിപ്പിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആട്ടിയോടിക്കപ്പെട്ട ശൈത്വാനെ തൊട്ട്, റഹ്മത്തിനെ തൊട്ട് ദൂരത്താക്കപ്പെട്ട ശൈത്വാനെ തൊട്ട് പടച്ചവനെ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് പ്രാർത്ഥിക്കണം, അഊദു ചൊല്ലണം. അതായിട്ടുള്ള വഴി. പെട്ടെന്ന് മനസ്സെന്നത് നീങ്ങിപ്പോകും, കണ്ണ് ചിമ്പാൻ നിന്നെ പ്രേരിപ്പിക്കും. അപ്പോഴും മലക്ക് കയറും. ശൈത്വാനെ തൊട്ട് നീ കാവലിനെ തേടി ശൈത്വാനം തളർന്നാൽ മലക്കിന്റെ സ്വാധീനം കൂടും, മലക്ക് നിന്നെ സഹായിക്കും. നിന്നോട് പറയും കണ്ണ് ചിമ്പു, നോക്കണ്ട, ഇതിനേക്കാൾ നല്ലത് അല്ലാഹുവിലേക്ക് വഴിപ്പെട്ട് ജീവിച്ചാൽ ഹൂറുൽ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഹൂറുൽ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ലോകത്താരും ഒരൊറ്റ കുട്ടി സ്പർശിച്ചിട്ടില്ലാത്ത, ഒരു കണ്ണുകൊണ്ടും കണ്ടിട്ടില്ലാത്ത ഏറ്റവും നല്ല അതിസുന്ദരികൾ, സ്വർഗീയ സുന്ദരിമാർ, സ്വർഗത്തിലെ അപ്സരസ്സുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ കണ്ണടക്കാനാണ് റബ്ബിന്റെ ഇപ്പോഴത്തെ കൽപ്പന. അതുകൊണ്ട് നീ കണ്ണടക്കണമെന്ന് മലക്കിന്റെ ഭാഗത്തു നിന്നുള്ള തോന്നിപ്പിക്കലുണ്ടാകും. ശൈത്താനൊന്നും തളർന്നു കിട്ടിയാൽ മലക്ക് കയറും. മലക്കിന്റെ ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ശൈത്താൻ കയറും. അങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തിയിൽ ചീത്തയും നല്ലതും ഉണ്ടാകുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ വളരെ ഭംഗിയായിട്ട് അത് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ്, ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റദ് ദമി. ഇന്ന ശൈത്വാനായ ഇബ്ലീസുൽ ലഈൻ യജ്രി മിനൽ ഇൻസാനി, ഒരു മനുഷ്യനിലൂടെ നടക്കുന്നു, മജ്റദ് ദമി, രക്തം നടക്കുന്ന സ്ഥലത്തൊക്കെ ശൈത്താൻ സഞ്ചരിക്കും. എത്ര സ്വാധീനമുള്ള സാധനമാണ്. മനുഷ്യന്റെ രക്തം നടക്കുന്ന സ്ഥലത്ത് അവന്റെ ഞരമ്പുകളിൽ ശൈത്വാൻ സഞ്ചരിക്കും. ധാരാളം ഉദാഹരണങ്ങളും അതിന്റെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സഹാബാക്കളെ, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ ഖദ് ഉഖില ബിഹി ഖരീനുഹു മിനൽ ജിന്നി. ഒരൊറ്റ മനുഷ്യനുമില്ല കേട്ടോ, ജിന്നിൽപ്പെട്ട ഒരു സ്നേഹിതൻ, ആ ജിന്നിൽപ്പെട്ട ഒരാളെ ഒരു മനുഷ്യനോട് ഏൽപ്പിക്കപ്പെട്ടിട്ടല്ലാതെ ഒരൊറ്റ മനുഷ്യനുമില്ല. അതുപോലെ തന്നെ വഖരീനുഹു മിനൽ മലായികത്തി, മലക്കിൽപ്പെട്ട ഒരു കരീൻ, നമ്മളെ കൂടെ നടക്കുന്ന ആള്. കരീൻ പറഞ്ഞാൽ കരീൻ, ചങ്ങാതി എന്നൊക്കെ പറയില്ലേ, കൂടെ നടക്കുന്ന ആള്. ഏതൊരു മനുഷ്യനുണ്ടോ
ഈ പറഞ്ഞ ഹദീസിന്റെ മറ്റൊരു രൂപത്തിലുള്ള ഹദീസ്, ഏതൊരു മനുഷ്യനുണ്ടോ ആ മനുഷ്യന്റെ കൂടെ മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടവർ കൂടെ നടക്കുന്ന ആളുണ്ട്, അതുപോലെ ജിന്നുവർഗത്തിൽ നിന്നും കൂടെ നടക്കുന്ന ഒരാളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജിന്നുവർഗത്തിൽപ്പെട്ട ആൾ മോശപ്പെട്ടത് തോന്നിപ്പിക്കും, മലക്ക് നല്ലതും നിനക്ക് തോന്നിപ്പിച്ചു തരും. ആലു അപ്പ സഹാബത്ത് ചോദിച്ചു, വയ്യാക യാ റസൂലല്ലാഹ്, നബിയേ തങ്ങളെ കൂടെ ഉണ്ടാവും? ഞങ്ങളെ കൂടെയൊക്കെ ശൈത്താനുണ്ട് മലക്കുണ്ട്, തങ്ങളെ കൂടെ ശൈത്താൻ ഉണ്ടാവും? നല്ല ചോദ്യമാണ്. തങ്ങളുടെ കൂടെയും ശൈത്താനുണ്ടോ? ആ സമയത്ത് കാലാതങ്ങൾ പറഞ്ഞു, വയ്യായ, ഒരു മനുഷ്യൻ എന്ന നിലക്ക് ആദമിന്റെ എല്ലാ മക്കളുടെ കൂടെയും മലക്കുമുണ്ട്, ശൈത്വാനുമുണ്ട്. അതുപോലെ എന്റെ കൂടെയും മലക്കുമുണ്ട്, ശൈത്വാനുമുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്റെ കൂടെയുള്ള ശൈത്വാൻ പരിപൂർണമായി എനിക്കനുസരിച്ച് കഴിഞ്ഞു, എനിക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞു, അള്ളാഹു കീഴ്പ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ട് ഒരിക്കലും നല്ലതല്ലാതെ കൽപ്പിക്കാൻ എന്റെ കൂടെയുള്ള ശൈത്വാന് സാധ്യമേ അല്ല. ഇപ്പൊ പ്രവാചകന്മാർക്ക് ചീത്ത തോന്നൽ പോലും ഉണ്ടാവാത്തവരാണ്. തെറ്റ് ചെയ്യാത്തവരെന്നല്ല, തെറ്റിനെ പറ്റിയുള്ള ഒരു തോന്നൽ, ഒരു ചിന്ത പോലും ഉദിക്കാത്തവരാണ് പ്രവാചകൻ. എന്താ കാരണം? അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു, എന്റെ കൂടെയുള്ള ശൈത്താനെ പൂർണ്ണമായി എനിക്ക് അധീനപ്പെടുത്തി തന്നു. ഹൈറായ ഒരു കാര്യമല്ലാതെ എന്നോട് തോന്നിപ്പിക്കാൻ എന്റെ കൂടെയുള്ള ജിന്നുവർഗത്തിൽപ്പെട്ടോന്ന് സാധ്യമേ അല്ല. ശഫീഉനാ റസൂലുള്ളാഹി. ഈ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലായി, ഇബ്ലീസും ശൈത്താനും മനുഷ്യനും തമ്മിൽ വളരെ ബന്ധമുണ്ട്. നമ്മളെ കൂടെ തന്നെ ഉണ്ട്, ഞരമ്പുകളിൽ സഞ്ചരിക്കും, കൂടെ തന്നെ നടക്കും, കരീൻ അന്വരിച്ചുകൊണ്ട് അടുത്ത് നടക്കും എന്നൊക്കെയാണ് ഈ ഹദീസിലുള്ളത്. അങ്ങനെ ശൈത്താൻ നമ്മുടെ കൂടെ നടന്ന് നമ്മിൽ സ്വാധീനം വർദ്ധിച്ചാലോ? അല്ലാഹു തന്നെ പറയുന്നു, ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താനു ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ അലാ ഇന്ന ഹിസ്ബശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. അല്ലാഹു തന്നെ പറയാണ്, ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ, ശൈത്താൻ അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ശൈത്താൻ ആ ജനതയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ശൈത്താൻ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ഫഅൻസാഹും ദിക്റല്ലാഹ്, അല്ലാഹനെ ഓർക്കലിനെ മറപ്പിച്ചു കളയും. അല്ലാഹ് എന്നുള്ള ചിന്ത തന്നെ മറപ്പിച്ചു കളയും. അല്ലാഹുവിനെ സംബന്ധിച്ച് ഗൗരവത്തിൽ ഓർക്കാൻ അവനാവില്ല. അതാണ് ശൈത്താൻ നമ്മിൽ സ്വാധീനം ചെലുത്തിയാൽ ഉണ്ടാവുക. അലാ, എന്നിട്ട് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ, അവര് ശൈത്താന്റെ പാർട്ടിയാണ്. ഹിസ്ബ് പാർട്ടി അല്ലാഹു പറയാണ്, ശൈത്താനെ സഹായിക്കുന്ന തിന്മകളാണ് നമ്മുടെ ജീവിതത്തിലെങ്കിൽ ശൈത്താൻ നമ്മിൽ സ്വാധീനിച്ച് 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 നമ്മളെ കീഴ്പ്പെടുത്തും. കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ, ശൈത്താൻ അവരുടെ മേൽ അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞു, അവരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ഫഅൻസാഹും ദിക്റല്ലാഹ്, അതിന്റെ അടയാളമാണ് അള്ളാഹനെ ഓർക്കാൻ അവർക്ക് സമയം കിട്ടൂല. അള്ളാഹനെ മറക്കും, എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹനെ മറക്കും. ഉലൈക ഹിസ്ബുശ് ശൈത്താൻ, അവര് ശൈത്താന്റെ പാർട്ടിയാകുന്നു. അലാ ഇന്ന ഹിസ്ബശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ, ശൈത്താന്റെ പാർട്ടിയാണ് പരാജയപ്പെട്ട പാർട്ടി. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാണ്, പടച്ച റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹിസ്ബുല്ലാഹ്, ഹിസ്ബുശ് ശൈത്താൻ, ഈ രണ്ട് പാർട്ടിയെ പറ്റിയാണ് ആ സൂറത്ത് മുജാദിലയിൽ പറയുന്നത്. അള്ളാഹുവിന്റെ പാർട്ടി, ശൈത്താന്റെ പാർട്ടി. നാളെ പരലോകത്വം അങ്ങനെ രണ്ടായി പിരിയും. ഒന്ന് ഹിസ്ബുല്ലാഹ്, അള്ളാഹുവിന്റെ പാർട്ടി, മറ്റൊന്ന് ഹിസ്ബുശ് ശൈത്താൻ, ശൈത്താന്റെ പാർട്ടി. രണ്ട്. പടച്ച റബ്ബ് നമ്മൾ അള്ളാഹുവിന്റെ പാർട്ടിയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ശൈത്താന്റെ ഷെറിന്റെ കടുപ്പാണ്. അള്ളാഹുവിന്റെ റസൂലൊരു ഉദാഹരണം കൂടെ പറഞ്ഞു തരികയാണ്. ഇബ്ലീസ് നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിൽ യുവസ്വിസ് ഫീ സുദൂരിന്നാസ്, നെഞ്ചിന്റെ ഉള്ളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന, ദുർബോധനമുണ്ടാക്കുന്നവൻ എന്ന് പറഞ്ഞതിന് വിശദീകരണമായി പ്രവാചകർ പറയുകയാണ്, ഇന്ന ശൈത്താൻ വാളിഉൻ ഖുർതൂമഹു അലാ ഖൽബി ബനി ആദമ, ശൈത്താൻ അവന്റെ തുമ്പിക്കൈ മനുഷ്യന്റെ കൽബിലേക്ക് വെക്കുന്നു. ഇബ്ലീസ്, ആ ഇബ്ലീസിന്റെ തുമ്പിക്കൈ, അതുകൊണ്ടാണ് എല്ലാ മാന്തലും വസ്വാസം ഉണ്ടാക്കുക. ഇബ്ലീസിന്റെ ആ വൃത്തികെട്ട തുമ്പിക്കൈ, ഖുതൂം, അതിന്റെ തുമ്പിക്കൈ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. വൈൻഹുവ ദക്കറല്ലാഹ്, അവൻ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയാൽ ഖനസ, അതിങ്ങോട്ട് ചുരുട്ടും. ആ തുമ്പിക്കൈ ഇങ്ങോട്ട് ചുരുട്ടും. വൈൻ നസിയല്ലാഹ്,
അള്ളാഹുനെ മറന്നു കഴിഞ്ഞാൽ ഇൽതഖമ ഖൽബഹു, അവന്റെ കൽബിനെ അത് വിഴുങ്ങിക്കളയും. നബിയുനാ റസൂലുള്ളാഹി ഓരോ സമയത്തും അള്ളാഹുനെ ഓർക്കേണ്ട ദിക്റുകളുണ്ട്, അത് ചെല്ലണം. പള്ളിയിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, പടച്ചവനെ നിന്റെ റഹ്മത്തിന്റെ കവാടം എന്റെ മുമ്പിൽ തുറക്കണേ എന്ന് പറഞ്ഞാൽ ശൈത്താൻ നിങ്ങളെ കൽബുന്ന തുമ്പിക്കയ്യും കിട്ടും. അത് മറന്നാലോ തുമ്പിക്കയ്യം കിട്ടുമാണ്. സുവാസുണ്ടായി നമസ്കാരത്തിലൂടെ വകുപ്പുണ്ടാകും. പള്ളിയിൽ നിന്നോട്ട് പുറത്തിറങ്ങുമ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, പടച്ചവനെ നിന്റെ വിശാലമായ ഔദാര്യത്തെ ഞാൻ ചോദിക്കുന്നു. അത് പറയാൻ മറന്നുപോയാൽ ഇൽതഖമ, അവന്റെ ഉള്ളിലേക്ക് ഹൃദയത്തിലേക്ക് ശൈത്വാന്റെ തുമ്പിക്കൈ നീട്ടിക്കഴിഞ്ഞു, അവന്റെ കൽബിനെ അത് കീഴ്പ്പെടുത്തി കഴിഞ്ഞു, വിഴുങ്ങിക്കഴിഞ്ഞു. ദിക്ർ ചൊല്ലിയാൽ ഖനസ, തുമ്പിക്കൈയും കൊണ്ട് ചുരുട്ടി. ഇത് റസൂലുള്ള നല്ല ഉദാഹരണത്തിലൂടെ പറയുകയാണ്. ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് അത് പിശാചിന്റെ കേന്ദ്രമാണ്. മനുഷ്യരിലേക്ക് പിശാച് ഏറ്റവും അടുക്കുന്ന സമയമാണ്. ഔറത്ത് വെളിവാക്കുന്ന സ്ഥലങ്ങളൊക്കെ എവിടെ വെച്ചൊക്കെ ഔറത്ത് വെളിവാക്കുന്നുവോ അപ്പൊ ശൈത്വാന് വളരെ സന്തോഷമാണ്. ശൈത്വാൻ ഏറ്റവും സന്തോഷിക്കുന്ന സമയമാണ് നഗ്നത വെളിവാക്കുന്ന സമയം. അതുകൊണ്ട് കക്കൂസുകളിൽ മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലങ്ങളിൽ ഇബ്ലീസ് ഉണ്ടാകും. അങ്ങോട്ട് കടന്നില്ലെന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലാഹു ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി, പടച്ചവനെ ആൺ പിശാചുക്കളെ തൊട്ടും പെൺ പിശാചുക്കളെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൽബിലേക്ക് തുമ്പിക്കൈ നീട്ടിയ ശൈത്താൻ തുമ്പിക്കൈ ചുരുട്ടി. അത് ചൊല്ലാൻ മറന്നുകൊണ്ട് ആ ദിക്ർ ആ സമയത്ത് അല്ലാഹുവിനെ മറന്നുകൊണ്ടാണ് നിങ്ങൾ കടക്കുന്നതെങ്കിൽ പിശാച് അവന്റെ തുമ്പിക്കൈ നിങ്ങളെ കൽബിലേക്ക് നീട്ടിയിട്ട് ഇൽതഖമ ഖൽബഹു, അവന്റെ കൽബിനെ വിഴുങ്ങിക്കളഞ്ഞു, അവന്റെ കൽബിനെ കീഴ്പ്പെടുത്തി കളഞ്ഞു. എത്ര നല്ല ഉദാഹരണം. നമ്മളെ കൽബിൽ രോഗമുണ്ടാക്കുന്ന കോലാണ് ഈ പറയുന്നത്. ശൈത്വാൻ സ്വാധീനമുറപ്പിക്കുന്ന, ശൈത്താൻ നമ്മുടെ കൽബിൽ വീട് കെട്ടി താമസിക്കുന്ന കോലമാണ് ഈ പറയുന്നത്. ശൈത്താൻ അവിടെ താമസമുറപ്പിച്ചാലും നിൽക്കുന്നില്ല. എന്നാലും മലമൂത്ര വിസർജനം നടത്തി പുറത്തിറങ്ങി. ഇവിടെ എന്ത് പറയണം? ഗുഫ്റാനകൽ ഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി, ഗുഫ്റാനക, പടച്ചവനെ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. അതിനർത്ഥം ഗുഫ്റാനക, പടച്ചവനെ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ്. അല്ലദീ, എങ്ങനത്തെ അല്ലാഹുവാണ്, അദ്ഹബ അന്നിൽ അദാ വഅഫാനി, എന്നിൽ നിന്ന് മ്ലേച്ഛമായ വസ്തുക്കളെല്ലാം പുറത്തേക്ക് കളഞ്ഞ് എന്റെ തടിക്ക് സുഖം നൽകിയ റബ്ബേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയുന്ന സുന്നത്താണ്. അത്ര വലിയ അർത്ഥമുള്ള ദിക്റാണ് അറിയുന്നത്. ഗുഫ്റാനക, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. അതിനർത്ഥം എന്താ? പഠിച്ചോനെ ഞാൻ കക്കൂസ് പോയത് തെറ്റായി പോയി, മേലാലി ഞാൻ പോകില്ല, പുറത്തു തരണേന്നല്ലല്ലോ. എന്താണ് ഗുഫ്റാനക, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. എന്തിനാ പൊറുക്കലിനെ തേടിയത്? ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ഈ മലവും മൂത്രവും പുറത്തു പോകുന്നില്ലെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അവൻ കഴിക്കുന്ന ഭക്ഷണം ഇതൊക്കെ മലമായും മൂത്രമായും പുറത്തേക്ക് പോകാതെ അവിടെ കെട്ടി നിന്നാൽ ആ മനുഷ്യന്റെ അസ്വസ്ഥത വളരെ വലുതാണ്. മലബന്ധമുണ്ടാവുക, മൂത്രത്തിന് തടസ്സമുണ്ടാവുക, മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ വലിയ പ്രയാസമാണ്. സമ്പാദ്യം മുഴുവനും കൊടുത്താലും വേണ്ടില്ല, കൃത്യമായിട്ടൊന്ന് മലമൂത്ര വിസർജനം നടന്നാൽ മതിയായിരുന്നേനെ എന്നവൻ ആഗ്രഹിച്ചു പോകും. അവന്റെ ഉറക്ക് നഷ്ടപ്പെടും. ഉറക്കും കൂടി നഷ്ടപ്പെട്ടാൽ അവൻ മാനസിക രോഗിയായിട്ട് മാറും. അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലായി പോകും മനുഷ്യൻ. അതുകൊണ്ട് പടച്ചവനെ, ഞാൻ കഴിക്കുന്ന ഭക്ഷണമെല്ലാം അത് പുറത്തേക്ക് തള്ളാൻ അതൊക്കെ ചെയ്യുന്നവൻ റഹ്മാനായ റബ്ബേ നീയാണ്. അതിനുള്ള ശുക്രൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അതിന് മാത്രം നന്ദിയൊന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നാലും ഗുഫ്റാനക, നീ എനിക്ക് പുറത്തു തരണേ. അതാ ഗുഫ്റാനക, നീ പുറത്തു തരണേ. അൽഹംദുലില്ലാഹ്, സർവസ്തുതി നിനക്കാണ്. ഇതൊക്കെ പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ് നമുക്ക് സുഖമുണ്ടാകുന്നത്. പക്ഷേ നമ്മൾ കക്കൂസ് പോയി മൂത്രിച്ചു പുറത്തു വരുമ്പോഴേക്ക് അല്ലാഹുവിനെ മറന്നു. ഇതെങ്ങാനും ബന്ധായോക്കണേനെ കഥാരാണെങ്കിൽ അപ്പൊ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ മറക്കുന്ന ഘട്ടത്തിലാണ്. അള്ളാഹ്ക്ക് ദിക്ർ ചെല്ലേണ്ട ഘട്ടത്തിൽ ആ ദിക്ർ ചെല്ലാൻ മറക്കുന്ന സമയത്താണ് ശൈത്വാന്റെ തുമ്പിക്കൈ നിന്റെ കൽബിലേക്ക് നീട്ടിയിട്ട് അവിടെ പണി തുടങ്ങുന്നു. എത്ര ഭംഗിയായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ശൈത്വാൻ അവന്റെ പ്രവൃത്തി തുടങ്ങും. ശൈത്വാൻ തന്നെ പടച്ച റബ്ബിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെറുതെ നിൽക്കൂല റബ്ബേ,
സ്വർഗത്തുനിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവണമെന്ന് അല്ലാഹു പറയുന്നു. ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. നീ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണം, നീ ആട്ടി ഓടിക്കപ്പെട്ടവനാണ്, ശപിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞപ്പോ ശൈത്താൻ പറഞ്ഞു ഫഅൻദിർനി ഇലാ യൗമി യുബ്അസൂൻ. ജനങ്ങളെ പുനർജീവിപ്പിക്കപ്പെടുന്ന ദിവസം വരെ എനിക്ക് താമസം തരണം, ഞാൻ പുറത്തു പോയിക്കോളാം. എനിക്ക് ഖിയാമത്ത് നാൾ വരെ, പുനരുദ്ധാരണ നാൾ വരെ എനിക്ക് ആയുസ് തരണം. അപ്പൊ അല്ലാഹു പറഞ്ഞു ഇങ്ങനെ ഞാൻ പിന്തിപ്പിച്ചിരിക്കുന്നു നിശ്ചിത ടൈം വരെ എന്ന്. അങ്ങനെ പോണ പോക്കിൽ ശൈത്താൻ അള്ളാഹുവിനോട് പറഞ്ഞ ഖുർആനിലുണ്ട്. സ്വർഗത്തുനിന്ന് ഇറക്കി വിടുകയാണ്, കുരുത്തക്കേടും വാങ്ങി പോവാണ്. ആ പോകുന്ന സമയത്ത് ശൈത്താൻ പറയുകയാണ് സഹോദരന്മാരെ, നമ്മളെ കാര്യത്തിലാണ് ശൈത്താൻ സംസാരിക്കുന്നത്, നല്ലപോലെ ഓർത്തിരിക്കണം. അല്ലാഹുവിനോട് ശൈത്താൻ പറയുകയാണ്, ഇബ്ലീസ് പറയുകയാണ് ഫബിമാ അഗ്വൈതനി, നീ എന്നെ വഴിതെറ്റിച്ച് സ്വർഗത്തുനിന്ന് ഇറക്കി വിട്ടല്ലോ, അതുകൊണ്ട് ഞാൻ വിടുന്ന പ്രശ്നമില്ല. ലഅഖുദന്ന ലഹും സിറാത്തൽ മുസ്തഖീം. ആദമിന്റെ മക്കൾക്ക് വേണ്ടി സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ പതുങ്ങിയിരിക്കും. അവര് നേരെ വരുന്ന വഴിയിൽ തന്നെ ഞാൻ ഇരിക്കും. പോലെ പഴപ്പിക്കാൻ കണ്ടോ, ആദം കാരണമാണ്, ആദം നബി അലൈഹി ഇസ്ലാം കാരണമാണ് എന്നെ പുറത്താക്കപ്പെടുന്നത്. ആദമാണ് കാരണക്കാരൻ. അതുകൊണ്ട് ആദമിന്റെ മക്കളെ ഞാൻ വെറുതെ വിടില്ല, എന്നെയും നിങ്ങളെയും വെറുതെ വിടില്ലെന്ന് ശൈത്താൻ അല്ലാഹുവോട് ശപഥം ചെയ്തുകൊണ്ട് പറയാണ് ലഅഖുദന്ന ലഹും സിറാത്തൽ മുസ്തഖീം. ആദമിന്റെ മക്കൾ വരുന്ന മുസ്തഖീമായ വഴിയിൽ ഞാൻ കാത്തിരിക്കും. എന്നിട്ടോ സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. ശൈത്താൻ അല്ലാഹുവോട് പറയാണ് സുമ്മ ലആതിയന്നഹും, പിന്നെ ഞാൻ അവരെ സമീപിക്കും, മിൻ ബൈനി ഐദീഹിം, അവരെ നേരെ മുമ്പിലൂടെ വരും. ചില ആളുകളുടെ മുമ്പിലൂടെ നേർക്ക് നേരെ വന്ന് അറ്റാക്ക് ചെയ്യും ശൈത്താൻ. നേർക്ക് നേരെ വരും. സിറാത്തുൽ മുസ്തഖീമില ഞാനിരിക്കുക, നല്ല നിലക്ക് ഇങ്ങോട്ട് വരുന്ന മനുഷ്യന്മാരാണല്ലോ പേക്കല്. ആരാ വഴിവഴിക്കല്? നല്ല നിലയിൽ നിസ്കാരം കാര്യം ചുറ്റൊക്കെ ആയിട്ട് നല്ല സിറാത്തുൽ മുസ്തഖീമിൽ ഇങ്ങനെ വരുമ്പോ ശൈത്താൻ ഉണ്ടാവും ജംഗ്ഷൻ. മൂന്നും കൂടി എടുത്ത് ശൈത്താൻ ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനത്തെ സ്ഥലത്താ ശൈത്താൻ ഉണ്ടാകാം. ആ സിറാത്തുൽ മുസ്തഖീം എന്നതൊരു നല്ല നിലക്ക് വരുന്ന മനുഷ്യനോട് പറയും ഇതിനേക്കാൾ ഹൈറായ അങ്ങോട്ട് പോയിക്കോന്ന്. വയ്യാൻ തിരിച്ചു കൊടുത്തു. മട്ടന്നൂരിൽ നിന്ന് കൊതേരിക്ക് വരുന്ന ഒരാളെ ആ ജംഗ്ഷനിൽ നിന്നിട്ട് ഇരിക്കൂർക്കുള്ള റോഡാണ്, വയനാട് പോയിക്കോ. അതാ ഇരിക്കൂർക്കുള്ള നേരെ ലഅഖുദന്ന ലഹും സിറാത്തൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിൽ അവർക്ക് വേണ്ടി, ആദമിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇരിക്കും. നമുക്ക് വേണ്ടി ഇരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ലേശം ഉണരണം. ഇത് ശൈത്താൻ ഇബ്ലീസിനോട് പറഞ്ഞവർ, ശൈത്താൻ അല്ലാഹുവിനോട് പറഞ്ഞവർ. അവർക്ക് വേണ്ടി, ആദമിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അവര് വരുന്ന മുസ്തഖീമായ വഴിയിരിക്കും. എന്നിട്ടോ സുമ്മലാതിയന്നഹും മിൻ ബൈനി ഐദീഹിം, അവരെ നേർക്ക് നേരെ മുമ്പിലൂടെ ചെന്നുകൊണ്ട് ഞാൻ അവരെ ആക്രമിക്കും. നേർക്ക് നേരെ ചെന്നുകൊണ്ട് അവരെ വഴിതെറ്റിക്കും. വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലൂടെയും ഞാൻ ചെല്ലും. വഅൻ അയ്മാനിഹിം, അവരെ വലതു ഭാഗത്തിലൂടെയും ഞാൻ ചെല്ലും. വഅൻ ശമാഇലിഹിം, അവരുടെ ഇടതു ഭാഗത്തിലൂടെയും ഞാൻ ചെല്ലും. എല്ലാ ഭാഗത്തിലൂടെയും ഞാൻ അവരെ പിഴപ്പിക്കും. ശൈത്താൻ വിടൂല. നേർക്ക് നേരെ വരുന്ന ശൈത്താനെ ഒരു പക്ഷേ നിങ്ങൾ തരണം ചെയ്യുമ്പോഴേക്കും വലതുഭാഗത്തിലൂടെ വന്നു, അവിടെ നാട്ടിവിടുമ്പോഴേക്കും ഇടതുഭാഗത്തിലൂടെ വന്നു, അവിടെ നിന്ന് നിങ്ങൾ ആട്ടിവിടുകയാണെങ്കിൽ പിൻഭാഗത്തിലൂടെ വരും. ഇങ്ങനെ മുന്നിലൂടെയും വലഭാഗത്തിലൂടെയും ഇടഭാഗത്തിലൂടെയും പിൻഭാഗത്തിലൂടെയും വന്നുകൊണ്ട് ഞാൻ അവരെ വഴിപിഴപ്പിക്കുമെന്ന് പടച്ച റബ്ബിനോട് ഇബ്ലീസുൽ ലഈൻ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ. അപ്പൊ ശൈത്താന്റെ വരവ്, നമ്മളെ ഹൃദയം ആക്രമിക്കാനുള്ള വരവ് എല്ലാ ഭാഗത്തുനിന്നും എങ്ങനെ തരണം ചെയ്യാം? നമ്മൾ എത്ര ഉണർന്നിരിക്കണം സത്യത്തിൽ. മുന്നിലൂടെയും വലഭാഗത്തിലൂടെയും ഇടഭാഗത്തിലൂടെയും പിൻഭാഗത്തിലൂടെയും വന്ന് ഞാൻ അവരെ പഴപ്പിക്കും. ഇബ്ലീസുൽ ലഈൻ പറഞ്ഞു ലഅനത്തുല്ലാഹി അലൈഹി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആക്രമിക്കണ കഥയാണ് ഈ പറയണ ശൈത്താൻ. എന്നിട്ട് നമ്മൾ മിണ്ടാതിരിക്കുക. ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു തആല ശൈത്താന്റെ ശർറിനെ നമ്മളെ കാക്കട്ടെ. അല്ലാഹു ഇബ്ലീസിന്റെ ശർറിനെ നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ഈ രൂപത്തിലാ വരുന്നത്, മുന്നിലൂടെയും വലത്തും ഇടത്തും ബേക്കുന്നു. അങ്ങനെ വന്നിട്ടാണ് നമ്മളെ കൽബിൽ കയറി അവന് കളിക്കുന്നത്. അവൻ കയറി കളിക്കാൻ തുടങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കാന്നറിയാം? എന്തൊക്കെ ഉണ്ടാക്കി തീർക്കുന്ന ഫിത്നകൾ പലതാണ്. ഇബ്ലീസ് കൽബിൽ കയറിക്കഴിഞ്ഞാൽ അവൻ നമ്മിൽ ഉണ്ടാക്കുന്ന ഫിത്നകൾ പലതാണ്.
ഇതിലേറ്റവും വലിയ ഖൽബിന്റെ മാരകമായ രോഗം, നമ്മളെ ഹൃദയത്തിന്റെ മാരകമായ രോഗം ഇബ്ലീസ് ഉണ്ടാക്കി തീർക്കുന്നത് ഒക്കെ ഇബ്ലീസ് വഴിയാ വരുന്നത്. ഖൽബാണ് പ്രധാനം. അതെങ്ങനെയാണോ അതനുസരിച്ചാണ് മറ്റു പ്രവർത്തികളൊക്കെ വരിക. അതിലേറ്റവും വലുത് കിബ്റാണ്, അഹങ്കാരം. അഹങ്കാരമാണ് ഞാൻ എന്ന ഒരു നില. അഹങ്കാരമാണ് ഖൽബിലുണ്ടാകുന്ന ഏറ്റവും വലിയ രോഗം. ഒരു മനുഷ്യന്റെ പൊങ്ങച്ചവും അഹങ്കാരവും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. മൻ, ഒരുത്തൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ, അവന്റെ ഉള്ളിൽ അണുമണി തൂക്കം കിബ്റുണ്ടെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ വരില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി